ഗായ്സ്, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഞങ്ങളൊന്ന് ബോട്ടിങ് നടത്താൻ പോവുക. എപ്പോഴും ഓരോ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസും ഡീറ്റെയിൽസും ചെയ്ത് ഞാൻ തന്നെ മടുത്ത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ പിടിച്ചേക്കാമെന്ന് വിചാരിച്ച്, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ. ഇത് ഞങ്ങൾ ബോട്ടിങ് നടത്തുന്ന ടീ ലേക്കിലേക്കുള്ള വഴിയാണ്. ഇവിടെയാണ് ഞങ്ങൾ ബോട്ടിങ് നടത്തുന്നത്. ടീ ലേക്ക് വാഗമണ്ണിലാണ് കേട്ടോ, കോട്ടയം വാഗമണ്ണ്. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ് നടത്തുന്നതും പണി കിട്ടുന്നതും തുഴയറിയാതെ തുഴയുന്നതും എല്ലാം നമുക്കിന്ന് കാണാം ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി കേട്ടോ. ഞങ്ങൾ തന്നെ തുഴഞ്ഞ് പോകാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഇത്രയും ട്രാജഡി ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നല്ല തെറി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അത് യൂട്യൂബ് കേട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് വരെ അടിച്ചു പോവും. അതുകൊണ്ടാണ് ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത്. അല്ലാത്ത വീഡിയോസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുന്ന വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ തുഴയറിയാതെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ഇത്. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ 4 പേര് ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്കൊരു ബോട്ടിംഗ് നടത്താൻ പറ്റിയ സ്ഥലം. നമുക്ക് അങ്ങോട്ടാ പോകണ്ട, അതാ ഞാൻ വളയ്ക്കാൻ നോക്കുന്നത്. ഞാൻ വളയ്ക്കേണ്ട ആവശ്യമില്ല. കപ്പിത്താന്മാര് ബോട്ട് കയറ്റി തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കപ്പിത്താൻ നമ്പർ 1, കപ്പിത്താൻ നമ്പർ 2. കപ്പിത്താൻ ഇവിടെ കിടന്ന് അഭിനയിച്ച് മരിക്കുകയാണ് ഗൈസ്. എഴുതിയിരിക്കുന്നത് പാലത്തിന് വേണ്ടി ഫോട്ടോ എടുക്കണം. മിണ്ടായിരിക്കാൻ വല്ലതും തരണം. ഒരു വീഡിയോ എങ്കിലും വൃത്തിക്ക് തരൂ. അവനെ കൂടെ മിണ്ടിട്ട് നിനക്കല്ല. സൈഡിലേക്ക് പോകുന്നുണ്ട്. പാലത്തടി പോലെ കേട്ടോ ഗൈസ്. ഞങ്ങൾ ബോട്ട് എടുത്തു. മൂഞ്ചി ഗൈസ്. തൊഴാനറിയാത്ത 4 പേര് നടുക്കള്ളിൽ കിടന്ന് വട്ടക്കറക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ആരെങ്കിലും വേണ്ടി എത്തിക്കണം. അടിയാണ് ഇവിടെ 2 പേരും തമ്മി. ഞങ്ങൾ നല്ല രീതിയിലാവും തുഴ, നല്ല മാതിരി. ആ ബോട്ടിന് ഇടിക്കാൻ പോവാണ് ഗൈസ്. നിർത്തടാ, ഇനി അങ്ങോട്ടാ തിരിച്ചു പോടാ. എനിക്ക് പേടിയായിരുന്നു മയില്. സൈഡ് ഇടിച്ച് തിരിഞ്ഞ് സഭ്യമായ ഭാഷ സംസാരിക്കാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ തുഴയറിയാതെ തുഴഞ്ഞു പോയി അവസാനം പെട്ട് ഒരു സ്ഥലത്ത് പോയി ഇടിച്ച് മറിയാൻ പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. എന്നാലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. ഇപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി എങ്ങനെയാണ് തുഴയേണ്ടതെന്ന്. അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി തുഴഞ്ഞ് കരയ്ക്ക് കയറുന്ന ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു അഡ്വഞ്ചർ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലതാണ് കേട്ടോ. ഈ ചവിട്ടുന്ന രീതിയിലുള്ള ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ ഈ തുഴയുന്ന സംഭവം എടുത്തത് ഞങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത്. കഥയൊക്കെ പറഞ്ഞ് കളിയാക്കി കൗണ്ടറൊക്കെ അടിച്ച് അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരുന്നു. എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഞങ്ങൾക്ക് 4 പേർക്കും ഇത് സമ്മാനിച്ചത്. വാഗമണ്ണിൽ ലേക്ക് ബോട്ടിങ് അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് നഷ്ടമില്ല. അപ്പം ഞാൻ പാട്ടൊക്കെ പാടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.